ഹായ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു ടാറ്റു ഡിസൈൻ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടാറ്റു ഡിസൈൻ സമയത്ത് എൻ്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാൻ വിചാരിച്ചിരുന്നു. നമ്മൾ കുറച്ച് ടാറ്റൂസിൻ്റെ ഫോട്ടോസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മുടെ ഓരോ ടാറ്റുവും പേഴ്സണൽ തന്നെയാണ്. നമ്മളെല്ലാ ടാറ്റും കസ്റ്റം ഡിസൈൻസ് തന്നെയാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ എല്ലാ ടാറ്റും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. ആ ക്ലയൻറ്റും ആ എക്സ്പീരിയൻസും എല്ലാം തന്നെ സ്പെഷ്യലാണ്. സോ ഇവിടെ വളരെ കുറച്ച് ടാറ്റൂസ് പിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രോസസ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഫോട്ടോസ് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ക്യാരക്ടർ അതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടാറ്റൂസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്തൊരു ടാറ്റു ഞാൻ കാണിക്കുന്നത് ഒരു ഇന്റർ ഡയമെൻഷണൽ ട്രാവലിംഗ് വേയിൽ ആണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആള് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച സമയത്ത് ഒരു ട്രാവലിംഗ് ടാറ്റു ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. ബേസിക് ആയിട്ട് നമ്മൾ ട്രാവലിംഗ് ടാറ്റൂസിൽ വരുന്ന യൂസ് ചെയ്യുന്ന എലമെന്റ്സ് കോമ്പസ്, അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ എനിക്കൊന്ന് മാറ്റി പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളതിനു വേണ്ടി ചൂസ് ചെയ്ത സബ്ജക്റ്റ് വെയിലായിരുന്നു. ഒരു കാം ആൻഡ് കണ്ടിന്യൂസ് ജേണി പോകുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. സോ വെയിൽ എങ്ങനെ നമുക്ക് യുണീക്ക് ആക്കാം, അതെങ്ങനെ ട്രാവലിംഗ് ആയിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഐഡിയ ആലോചിച്ച സമയത്താണ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ പ്ലേസ്മെന്റ് പ്ലാൻ ചെയ്തത്. എൽബോയിലായിരുന്നു പ്ലാൻ ചെയ്തത്. സോ ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് അതുപോലെ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിലിൻ്റെ ഒരു ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഒരു 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം വെയിൽ തന്നെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 ഡിഫറെൻറ്റ് ഡയമെൻഷനിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്. ആ ഒരു 4 ഡിഫറെൻറ്റ് വെയിലിൻ്റെ ബോഡി ഷേപ്പ് വരുന്നത് 4 ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആയിരുന്നു. സോ ഒരു ഇന്റർ ഡയമെൻഷണൽ ട്രാവലിംഗ് കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. ഇത് ടാറ്റൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാറ്റു കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു സബ്ജക്റ്റ് മാത്രം ചെയ്ത് അവരൊക്കെ ഇതൊരു ടാറ്റു നമ്മൾ ചെയ്തൊരു വെയിൽ ടാറ്റു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് ട്രാവലിംഗ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കോമ്പസും അതുപോലെ തന്നെ ട്രാവലിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മാപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഐഡിയ കുറച്ചും കൂടി ഹിഡൻ ആക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ആക്കാം, തോട്ട് പ്രോസസ്സ് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ആ ഒരു 4 ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സെയിം ഒബ്ജക്റ്റ് 4 ഡയമെൻഷൻസിൽ 4 രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. സോ 4 രീതിയിലായിരിക്കും നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ ലൈഫ് ഉണ്ടാകുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് എൻറ്റയർ ടാറ്റുവിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓരോ ഡയമെൻഷൻസ് ചേഞ്ച് ആകുമ്പോഴും ആ വെയിലുണ്ടാകുന്ന ഒരു ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പ്രോപ്പർ വെയിലിൻ്റെ നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ഡയമെൻഷൻ, അങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഈ ഒരു ടാറ്റൂവിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം. ഈ ടാറ്റു ഒരു ക്ലോസൽ ടാറ്റു ആണ്. ക്ലോസൽ ഡിസൈൻസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ടാറ്റു ഐഡിയ ഭയങ്കര മീനിങ് ഫുൾ അല്ലെങ്കിൽ ലൈഫിൽ കണക്റ്റഡ് ആവണം നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ക്ലയൻറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഈ ഒരു കൺസെപ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ, കാരണം നമ്മുടെ ഒരു സ്കിൻ ടോണിന് പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലാണ്, കുറച്ച് യുണീക്കാണ്, ഭയങ്കര പോപ്പുലർ അല്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് പേര് ഗെറ്റ് യൂസ്ഡ് അല്ലാത്തൊരു ടാറ്റു ആണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് അത് ഓക്കെ ആയിരുന്നു. നമ്മളത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്നത്, എങ്ങനെ കണക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള എലമെന്റ്സ് എന്നുള്ളതായിരുന്നു അതിൻ്റെ സെക്കൻഡ് തിങ്. സോ ക്ലോസൽ ടാറ്റു എല്ലാവരും ഒരു കപ്പ് ഓഫ് ടീ അല്ല, പക്ഷെ ആൾക്കത് ഇഷ്ടപ്പെട്ടു. സോ നമ്മളത് ചെയ്തപ്പോൾ ടാറ്റു ഡിസൈനിന്റെ കേസ് പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് വരുന്ന ഒരു വൈഡ് ഏരിയ ആണ് ആക്ച്വലി. സോ ടാറ്റു ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ ബോഡി പ്ലേസ്മെന്റ്, നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ, നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ സൈസ്, ഇതെല്ലാം തന്നെ ഡിസൈനെ ബാധിക്കും. നമ്മൾ ഈ ഒരു ടാറ്റു ഫോറാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 360 പ്ലാൻ ചെയ്യുന്ന ഒരു ടാറ്റു ആയിരുന്നു. 2 സെഷൻ കഴിഞ്ഞു. ആക്ച്വലി ഒരു സെഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഫൈനൽ നമ്മളത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ക്ലൈൻ്റ് ആയിരുന്നു. നമ്മുടെ കരിയറിൽ തന്നെ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു ടാറ്റു ആണ് ഞാൻ ചെയ്ത ഒരു 360 കളർ ടാറ്റു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫസ്റ്റ് കളർ 360 സ്ലീവ് ആണ്. ഇന്ത്യയിൽ തന്നെ ഒരു 110 ആയിരിക്കുള്ളൂ കളർ 360 സ്ലീവ് ഉണ്ടാവുന്നത്. ഒരുപാട് കമ്മിറ്റ്മെന്റ് വേണ്ട ഒരു ടാറ്റു ആയിരുന്നു ആണ്. നമ്മൾ 18 സെഷൻ 6 മന്ത്സോളം ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും നമ്മൾ ഒരുമിച്ചായിരുന്നു സ്പെൻഡ് ചെയ്ത് ടാറ്റൂല്.
അമൃത് ബ്രോ കൊച്ചിയിലുള്ള നമ്മുടെ ക്ലയൻറ്റാണ്, നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളിക്കാണ് ആ ടാറ്റു ചെയ്തത്. അപ്പോൾ ടാറ്റു ആർട്ടിസ്റ്റിനും ക്ലയൻറ്റിനും ഒരുപോലെ കമ്മിറ്റ്മെൻറ്റും ആ ഒരു പേഷ്യൻസും റിക്വയർ ചെയ്യുന്ന ഒരു പൊസിഷൻ ആയിരുന്നു. കാരണം ഈസി ടാസ്ക് അല്ല, ഒരു സിംഗിൾ ഡേ അല്ലെങ്കിൽ 2 ഡേയിൽ തീർക്കുന്ന ഒരു ടാറ്റു അല്ല. 18 ദിവസവും നമ്മൾ ടാറ്റു ക്ലോസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ പെയിനും കാര്യങ്ങളും അതിൻ്റെ ഹീലിംഗ്, ഒരു സ്ഥലത്ത് ടാറ്റു ഹീലായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് പുതിയൊരു ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ കെയറിങ്ങും വേണ്ടൊരു കാര്യമായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി. നമ്മളായിട്ട ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനും 6 മന്ത്സോളം ഹീൽഡ് ആയ ശേഷമാണ് നമ്മൾ ഇട്ടത്. ഫസ്റ്റ് ഡേ, സെക്കൻഡ് സിറ്റിംഗ്, തേർഡ് സിറ്റിങ്ങിലൊക്കെ ഓൾമോസ്റ്റ് മെയിൻ സബ്ജക്ട്സ് നമ്മൾ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതിൻ്റെ ഫില്ലേഴ്സും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെയിൻ ഒബ്ജക്ട്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിരുന്നു, ഹീൽഡാണ്, നമ്മൾ പ്രോപ്പർലി ഹീൽഡാണ് ഇട്ടത്. ഈ ടാറ്റു ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാറ്റു ഡിസൈനിൽ വരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ആർക്കാണ് ചെയ്യുന്നത്? നമ്മളൊരു വീറ്റിഷ് ആയിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോൺ കളറിന് ആപ്റ്റാണ്, എത്രത്തോളം ആപ്റ്റാണ്. പലരും മടിക്കുന്ന ഒരു കാര്യമാണ്, പലരും കളർ കോമ്പിനേഷൻസ് വളരെ മിനിമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ ടോൺ ആണ് നമ്മുടെ. ഇവിടെയാണ് നമ്മൾ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് അത് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കിയത്. ഞാൻ ഈ സെയിം ക്ലയൻറ്റിന്, പുള്ളിക്കാരൻ തന്നെ, ഞാൻ മുന്നേ ഒരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 ഇയർ ഓൾഡ്, ഞാൻ ആ ഡ്രാഗൺ ടാറ്റു ചെയ്യുന്ന സമയത്ത് 1 ഇയർ ഓൾഡ് ആയിട്ടുള്ളൊരു ലയൺ ടാറ്റു ഉണ്ടായിരുന്നു. ഹാഫ് പീസ് കളറും ബാക്കി ബ്ലാക്ക് ആൻഡ് ഗ്രീൻ വരുന്നത്. അപ്പോൾ പുള്ളിയുടെ സ്കിൻ ടോണിൽ ആ കളർ വർക്കൗട്ട് ചെയ്യുന്നതും ആ ലൈറ്റ് ടോൺസും യെല്ലോസും കാര്യങ്ങളും എങ്ങനെ പോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്, ഒരു 1 ഇയർ ഹീൽ റിസൾട്ട് ഉണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്കി ക്യാരി ഔട്ട് ചെയ്തത്. പുള്ളി പറഞ്ഞ 3 സബ്ജക്ട്സ്, ഡ്രാഗൺ, ഫിനിക്സ്, കോയ്ഫിഷ്, 3 സബ്ജക്ട്സും 3 സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓരോ ബോഡി പാർട്സിനനുസരിച്ചിട്ട് ഏറ്റവും മാജസ്റ്റിക് ആയിട്ടുള്ള എലിമെന്റ് എന്താണ് വെക്കേണ്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. 360 നോട്ട് ഈസി. നോർമലി നമ്മളൊരു ടാറ്റു പ്ലേസ് ചെയ്യുന്ന പോലെയല്ല. നമ്മൾ കവർ ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ഓരോ ടാറ്റും ഇന്റർകണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ പല ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറേ ഫ്രീ ഹാൻഡ്സും കാര്യങ്ങളൊക്കെ റിക്വയർ ചെയ്യുന്നുണ്ട്. ഞാനതിൽ ഏറിയ പങ്കും ഫ്രീ ഹാൻഡ്സ് ആണ്. മെയിൻ സബ്ജക്ട്സ് മാത്രമാണ് നമ്മൾ സ്റ്റെൻസിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ടാറ്റു ഡിസൈൻ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. നമ്മൾ ടാറ്റു ഡിസൈൻ ചെയ്ത് വരുന്ന സെയിം സൈസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വരുന്നത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരണം. അതേപോലെ തന്നെ ആ ഡിസൈൻ കറക്റ്റായിട്ട് നമ്മുടെ ബോഡി ഫ്ലോ, മസിൽ ഫ്ലോ എല്ലാം മാനേജ് ചെയ്ത് പോകണം. ഈ മസിൽ ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫേസിങ്ങും അതിൻ്റെ ആ ഒരു ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു പൊസിഷനൊക്കെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടാറ്റു നമുക്ക് കാണുന്ന ഈ ഒരു ഫുൾ ബോഡി റാപ്പ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനിങ് പ്രോസസ്സ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3D ഇട്ടിട്ട് ചെയ്തത്, ഒരു 3D ലെഗിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്തതും അത് വർക്കൗട്ട് ചെയ്തതും. അതിനുശേഷം പുള്ളിക്ക് അത് കാണിച്ചു കൊടുത്ത ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത് വലിയൊരു എൻ്റെ ഒരു കരിയറിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ ടാറ്റു ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഓരോ ടാറ്റൂസും നമ്മൾ ഓരോ സബ്ജക്ട്സും നമ്മൾ പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. ചെറിയൊരു ടാറ്റു ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുത് സെൻസ് ഓഫ് സൈസ്, ചെറിയ സൈസിൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് അതെങ്ങനെ യുണീക്ക് ആക്കാൻ പറ്റുന്നതും, വലിയ ടാറ്റൂസ് വലുതാക്കുന്നതോറും നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യണോ അത് കോംപ്ലിക്കേറ്റഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം എന്നുള്ളത് ഇതെല്ലാം തന്നെ ടാറ്റുവിന്റെ സബ്ജക്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കോയിഫിഷ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളറിന്റെ ഒരു വേരിയേഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ടെക്സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫിനിക്സിന്റെ ടെക്സ്റ്റേഴ്സ് ഇതെല്ലാം ഭയങ്കര ഡീറ്റെയിൽ, അത് വളരെ ക്ലോസ് ബൈയിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഒരു ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ഒരു സബ്ജക്ട് ഭയങ്കര മജസ്റ്റിക് ആയിട്ട് അതിന്റെ ഫുൾ ഫ്ലെഡ്ജിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ടാറ്റു ഡിസൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊരു ഇമേജ് എടുത്ത് എവിടെയും കട്ട് ചെയ്ത് വെക്കുക എന്നുള്ള ഐഡിയൻ്റെ അപ്പുറത്തേക്ക് അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെ റാപ്പ് ചെയ്ത് വരുന്നുണ്ട്, അത് ചെയ്യുന്ന ഏരിയ, അത് ചെയ്യുന്ന ആളുടെ സ്കിൻ കോംപ്ലക്ഷൻ, സ്കിൻ ടൈപ്പ്, അതേപോലെ അവരുടെ ഒരു മസിൽ ഷേപ്പ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതും നമ്മുടെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണെന്നുള്ളതും. ഇപ്പോൾ ക്രിയേറ്റീവ് ഡിസൈൻ സൈഡിൽ മാത്രമാണെന്നില്ല, നമ്മൾ അപ്ലിക്കേഷൻ സൈഡ്സിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാൻ പറ്റും. അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടെക്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ കോയിഫിഷ് ഞങ്ങൾ ചെയ്തത് റെഡിലാണ്, ഫിനിക്സ് ചെയ്തത് ഗ്രീനിലാണ് ബേസ് ചെയ്തിട്ട്, ഡ്രോയിങ് ചെയ്തത് ബ്ലൂവിലാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം എന്ത് കൊടുത്താലാണ് അത് ഈ ഒരു കളേഴ്സ് ഭയങ്കര പോപ്പ് ചെയ്ത് കാണാൻ പറ്റുക. അതേപോലെ ഓരോ സബ്ജക്റ്റും പ്രോപ്പറായിട്ട് അത് എടുത്ത് കാണിക്കാൻ എന്ത് ചെയ്യേണ്ടത്, ബോഡിയിൽ വരുന്ന കളർ ചേഞ്ചസും നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ, അങ്ങനെ വേരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഒരുപാട് നമ്മളെ പുഷ് ചെയ്തൊരു ടാറ്റു ആണ്.
അപ്പോൾ ഈ ഒരു ടാറ്റുവിനെ കുറിച്ച് ഡിസൈനിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ ടാറ്റുവിന്റെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഡിസൈൻ ഫേസിൽ മാത്രമല്ല, ഡിസൈൻ ആൻഡ് അപ്ലിക്കേഷൻ ഫേസിലും ഭയങ്കര ഡിഫിക്കൽട്ടീസ് എന്നുള്ള ടാറ്റു ആണ് ഫുൾ സ്ലീവ്. അപ്പോൾ ഇമാജിൻ കേരളത്തിലൊരു ഫസ്റ്റ് 360 കളർ ടാറ്റു എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളതിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യം അതാണ്. നെക്സ്റ്റ് ടാറ്റു ഇവരെ കാണിക്കുന്ന ടാറ്റു ഷോൾഡറിൽ ചെയ്തൊരു ടാറ്റു ആണ്. ഒരു പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഒരു സോളാർ സിസ്റ്റം അതായത് സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ പ്ലേസ്മെന്റ് ഷോൾഡർ വരുന്നതുകൊണ്ട് തന്നെ നമ്മളത് പ്ലാൻ ചെയ്ത് ഷോൾഡർ ഈ ഒരു സർക്കിൾ പോലെ നമ്മളത് ആ ഒരു ഏരിയ യൂസ് ചെയ്യാം. ടാറ്റു ഡിസൈൻ, ടാറ്റുവിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണത് റിലേറ്റ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തത്. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ വളരെ ഫൈൻ ലൈൻ ടാറ്റുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു ടാറ്റു നമ്മൾ പ്ലാൻ ചെയ്തത്. അത് അപ്പം തന്നെ നമ്മൾ വരച്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ഹാൻഡ് ആയിരുന്നു. സോ ടാറ്റു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ടാറ്റുവിന്റെ കൺസെപ്റ്റും അതിന്റെ പ്ലേസ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പല ടാറ്റൂസും പല രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ടാറ്റൂസ് നമ്മൾ പറയുമ്പോഴും അതിന്റെ ഡീറ്റെയിലിംഗ്, അതിന്റെ ഡിസൈനിങ്ങിന്റെ ബാക്കിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ പ്ലേസ്മെന്റും, അതങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതും. ടാറ്റു ഡിസൈൻ പറഞ്ഞ അപ്പോൾ അതിന്റെ സൈസ് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു കോയിൻ സൈസിൽ 2 ഡിഫറെന്റ് ഫേസസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് തന്നെ ഹീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ബാൻഡ് ടാറ്റു ആയിരുന്നു ഡിസൈൻ ചെയ്തത്. സോ ആ ബാൻഡ് ടാറ്റുവിൽ നമുക്ക് ഒരു സെൻട്രൽ എലമെന്റ് ആയിട്ട് ശിവ, കൃഷ്ണ ഇത് രണ്ടും വേണമെന്നാണ് ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 പേരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതെങ്ങനെ നമുക്കിവിടെ കൊണ്ടുവരാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ റിയലിസം ബേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന്റെ സൈസാണ്. വളരെ ചെറിയൊരു സൈസാണ്. കോയിൻ സൈസിന്റെ ഉള്ളിലാണ് നമ്മൾ എൻറ്റയർ ഫേസ് ചെയ്യുന്നത്. 2 ഫേസസ് ആണ്, സിംഗിൾ ഫേസസ് അല്ല. അപ്പോൾ 2 ഫേസും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സ്കിൻ കോംപ്ലക്ഷൻ നമ്മൾ എപ്പോഴും നമ്മൾ പറയാറില്ല. നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ സ്കിന്നിലോട്ട് വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ അതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ അതിന് ഇപ്പോൾ ശിവ സൈഡിൽ വരുന്ന സമയത്ത് സ്നേക്ക് ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണ സൈഡിൽ വരുന്ന സമയത്ത് ഒരു മാലയായിരുന്നു. അപ്പോൾ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും വരുന്നത് അത് നമുക്കിത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ആ കളർ ഡിഫറൻസ് മനസ്സിലാവണം. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഒരു മെയിൻ ഡിഫിക്കൽട്ടിയിൽ ഉണ്ടായിരുന്ന സൈസ് മെയിൻ ഇമ്പോർട്ടൻ്റ്ലി. അതേപോലെ തന്നെ ആ ക്യാരക്ടറിന്റെ ഫീച്ചേഴ്സ് നമ്മൾ എത്രത്തോളം എടുക്കണം, എത്രത്തോളം എടുക്കണ്ട, എത്രത്തോളം ഒരു ഡീറ്റെയിൽസ് പോകണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ ടാറ്റുവിൻ്റെ ഫ്യൂച്ചർ ഏജസിൽ അത് സ്മെഡ്ജ് ആവാനോ അതിൻ്റെ ഡീറ്റെയിൽ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ടാറ്റു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനും അതിൻ്റെ സൈസ്, ടാറ്റു ഡിസൈനിൻ്റെ സൈസും പിന്നെ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ലൈഫും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം. നെക്സ്റ്റ് ടാറ്റു ഒരു ഗോഡ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തൊരു ടാറ്റു ആയിരുന്നു. ഗോഡ് ഈസ് ടൈംലി, ഗോഡ് ഈസ് ലൈക്ക് ഒരു പ്ലേസിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ജീവിക്കുന്ന ആളല്ല. അപ്പോൾ ബിയോണ്ട് ദാറ്റ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ആക്ച്വലി നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഗോഡ് ടാറ്റു ചെയ്യണം എന്നുള്ള സമയത്ത്. സോ നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പോർട്രേ ചെയ്യുന്നത് അതായത് ഗോഡ് ഈസ് ഇൻ വിത്ത് യു ഓർ ഗോഡ് ഈസ് എവ്രിവെയർ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള പരമാണു അല്ലെങ്കിൽ നമ്മുടെ പ്രയത്തായി ലോകം മൊത്തം എന്താണോ അതാണ് ദൈവം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്. നമ്മളതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ വരുന്ന സമയത്ത് ഈ ഒരു മെഡിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസും അതേപോലെ ആ മെഡിറ്റേറ്റിംഗ് ഫേസിൻ്റെ തന്നെ കുറച്ചും കൂടി എൻലാർജ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒബ്ജക്റ്റീവും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ എനിക്ക് ഗോഡ് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. ഒരു ശിവ ടാറ്റു അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊരു ദൈവത്തിന്റെ ഫോട്ടോ വയ്ക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതി കുറച്ചും കൂടി യുണീക്ക് ആക്കണം എന്നുള്ള ഐഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തത്. സോ ഇതാണ് ഈ ഒരു ടാറ്റുവിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. നമുക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആക്കണം, അതേപോലെ തന്നെ ആ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു എലമെന്റ്സ് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഐഡിയ പ്ലാനിലുണ്ടായിരുന്നു. അതിൻ്റെ കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ 2020 ലാസ്റ്റ് 2021 ആണ് തോന്നുന്നു. ആ സമയത്ത് ഇത് ടാറ്റു ആണ്. അതിൻ്റെ ഒരു ഹീൽ ഫോട്ടോസും ഞാനിതിൽ പിൻ ചെയ്യാം. സോ നന്നായിട്ട് ഹീൽ ആയിട്ടുണ്ട്. 3 days എടുത്ത് ചെയ്തൊരു ടാറ്റു ആയിരുന്നു.
3 പീസസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ടോപ്പ് പോർഷൻ, മിഡിൽ പോർഷൻ, ലാസ്റ്റ് പോർഷൻ, അങ്ങനെയായിരുന്നു അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തത്. അപ്പോൾ ടൈം എടുത്ത് ചെയ്ത ഒരു വർക്കായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്കല്ല, ഒരു 3 years or 5 years ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വർക്കിലും എൻ്റെ സ്റ്റൈലിലും ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് എവിഡൻ്റ് ആണ്. ബട്ട് ഈ ടാറ്റുവിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ആ ടാറ്റുവിൻ്റെ കൺസെപ്റ്റ് ഭയങ്കര പേഴ്സണലാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരേപോലെ തന്നെ. അതേപോലെ നമ്മളെ ആ ഒരു ക്യാരി ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണത് നോക്കി കാണുന്നത്, അതെങ്ങനെയാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഡിഫറൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ടാറ്റു ഇപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് പറയാൻ കാരണം. ഗോഡ് എന്നുള്ള കൺസെപ്റ്റില് രണ്ടാമത്തെ ഒരു ടാറ്റു ഡിസൈൻ റീസെന്റ് ചെയ്ത ഒരു ടാറ്റു ആണ്. ഗോഡ് ഈവൻ പൊസസ് ഡാർക്ക് ഷെയ്ഡ്സ്. അതായത് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഈ മിത്തോളജിക്കൽ ആയിട്ടുള്ള ഗോഡ് കൺസെപ്റ്റ്സിൽ ഒരുപാട് ഡാർക്ക് ഏരിയാസ് വരുന്നുണ്ട് അവരുടെ ലൈഫിലും അവരുടെ ഡീഡ്സിലും. അപ്പോൾ ഗോഡ് ഈസ് ഓൾ പവർഫുൾ ബീയിങ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ സിമിലർ പവർഫുൾ ബീയിങ്ങിന് ഒരിക്കലും ഒരു പ്യൂർ ആയിട്ടൊരു ക്യാരക്ടർ ആകാൻ പറ്റില്ല. ഇഫ് ഈസ് പ്യുവർ ഹി ക്യാൻ ബി ഓൾ പവർഫുൾ. സോ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ ഡിസിഷൻസ് എപ്പോഴും പ്യൂരിറ്റി കണ്ടമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എപ്പോഴും 100% നീതി പുലർത്താൻ പറ്റില്ല. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒന്ന് റിപ്രസെന്റ് ചെയ്താണ് ഈ ഒരു ടാറ്റുവിൽ. ഇപ്പോൾ നമ്മളെ കുറേ ഒരു സ്കെലിറ്റൻ ബോൺസും അതേപോലെ ബയോ ഓർഗാനിക്കും ഡാർക്ക് ആയിട്ടുള്ള എലിമെന്റ്സും ഗോഡിന്റെ ബോഡിയിൽ നിന്ന് ആസ് എ പാർട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡാർക്കർ സൈഡ് ഓഫ് ഗോഡും അതിന്റെ ഗോഡിന്റെ ഫ്രണ്ട് ഫേസിൽ ആക്ച്വലി ഇത് പ്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുഡ് സൈഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആസ് ഓൾ ഹ്യൂമൻ ബീങ്സ് ദൈവത്തിനും കുറേ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ ആയിരുന്നത്. അപ്പോൾ ഈ ഒരു ടാറ്റുവിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചാൽ അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലിൽ ആരെങ്കിലും ദൈവത്തിന്റെ ടാറ്റു അടിക്കുമെന്നുള്ളത്. സോ ഇഫ് മിത്തോളജിക്കൽ ഗോഡ് കാലിൽ ടാറ്റു അടിച്ചാൽ എന്താണ് കുഴപ്പം? അതൊരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. പലരും പറയാറുണ്ട് കാലടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത്. കാല് മോശമായിട്ടൊരു അവയവമാണ്. നമ്മുടെ ബോഡിയിൽ നമുക്ക് 2 കൈ, 2 കാല്, 2 കണ്ണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നല്ലതും ഒന്ന് മോശം നമുക്ക് പറയാൻ പറ്റും. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ ഇടത് കൈ മോശമല്ല, നമ്മൾ വലത് കൈ കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾക്ക്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇടത് കൈ കൊണ്ട് നമ്മളത് വേസ്റ്റ് കഴുകും. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇടത് കൊണ്ട് മോശം കാര്യങ്ങളും അല്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഭയങ്കര പ്യൂർ ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ, വലത് കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ടാറ്റൂവിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് മോശമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചാൽ പറയും. അരയ്ക്ക് താഴെ മോശവും അരയ്ക്ക് മുകളിൽ നല്ലതും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല ടാറ്റൂവിലും ഈവൻ ഹ്യൂമൻ ബോഡിയിലും. ബോഡി പാർട്സ് എല്ലാം തന്നെ നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു കണ്ണ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. സോ ബോഡി പാർട്സിൽ നമ്മൾ ടാറ്റു എടുക്കുന്നത്, ഏത് ബോഡി പാർട്സ് ആയാലും അത് ആ ബോഡി പാർട്സ് അനുസരിച്ച് ടാറ്റു ക്രിയേറ്റീവായിട്ട് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. ബോഡി പാർട്സിൽ വരുന്ന ചേഞ്ചസ് ടാറ്റുവിനെ എഫക്ട് ചെയ്യും, അത് മോശമാണോ, നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യം സംഭവിക്കും എന്നുള്ളത്, അങ്ങനത്തെ ഒരു തോട്ട് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. നമ്മൾ ഒന്നുകൂടി ഡീപ്പായി ചിന്തിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കാര്യം ഇവിടെ പറയാൻ വന്നത്, നമ്മൾ ടാറ്റു ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏത് പ്ലേസ്മെന്റ് ആണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ദേവത്തിന്റെ ടാറ്റു വരുമ്പോൾ നമ്മൾ അപ്പർ ബോഡി സജസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ അപ്പർ ബോഡി ലോവർ ബോഡി അങ്ങനെ ഒരു കാര്യമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്, എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിൽ ടാറ്റു ചെയ്യാം. അതിലൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് നെഞ്ചിൽ ടാറ്റു ചെയ്യുന്ന ദൈവം നമുക്ക് എക്സ്ട്രാ അനുഗ്രഹം തരുമൊന്നുമില്ല. അതേപോലെ കാലിൽ ടാറ്റു ചെയ്യുന്നില്ല ഇവനെ നമുക്ക് കുറച്ച് പണി കൊടുക്കാം അങ്ങനെ വിചാരിക്കുന്നില്ല. സോ ഇങ്ങനത്തെ എന്താ പറയുക അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ടാറ്റു ഡിസൈൻ പോലെ തന്നെ അതിൻ്റെ പ്ലേസ്മെന്റ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടാറ്റു അപ്പോൾ അതിനെ കുറിച്ചായിരുന്നു.